എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രൈഡേയിൽ നിഫ്റ്റി വന്നിട്ട് ഓൾ ടൈം ഹൈയിലായിരുന്നു. നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ. ഓപ്പണിംഗ് തൊട്ടേ ഹൈ ഓപ്പണിംഗ് വന്നതിന് ശേഷം CPRൻ്റെ ലോവർ ലെവലിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിന്നെ വൺ സൈഡ് കയറ്റമായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് തരുന്നുണ്ട്. പക്ഷേ അതേപോലെ തിരിച്ച് കയറുകയും ചെയ്തു. ഇവിടുന്ന് ചാൻസ് എടുക്കുന്നവർക്കാണെങ്കിൽ 25,791 25,490 പോയിന്റ് ഒറ്റയടിക്ക് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു 2-3 ക്യാൻഡിലേ നിന്നുള്ളൂ. അതിന് ശേഷം തിരിച്ചതുപോലെ കയറിയും വന്നു. ബാങ്ക് നിഫ്റ്റി അതുപോലെ ഓൾ ടൈം ഹൈയിലാണ്. ബാങ്ക് നിഫ്റ്റി സെയിം അതുപോലെ തന്നെ CPRൻ്റെ ലോ ലെവല് സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ കയറുമായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പം മിക്കവാറും നാളെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ ചിലപ്പോൾ കുറച്ച് ലോയിൽ ഓപ്പണിംഗ് വന്നാൽ കുറച്ച് കവറിങ് വന്ന് ഹൈ അടിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് താഴോട്ട് ഇറങ്ങാം. എന്തായാലും മാർക്കറ്റിന് അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നോക്കുക. മാർക്കറ്റിൽ നമ്മൾ ഫ്രൈഡേയിൽ നമ്മൾ എടുത്തിരുന്ന ഷെയറുകൾ, ട്രേഡിംഗ് എടുത്തിരുന്ന ഷെയർ 12 ഷെയർ എടുത്തിരുന്നു. 4-5 ഷെയർ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 2-3 അല്ലെങ്കിൽ 4 ഷെയർ നമുക്ക് നോക്കാം. ഇൻഡോസ്റ്റാർ എന്ന് പറഞ്ഞ ഷെയർ ഇൻഡോസ്റ്റാർ ഓപ്പണിങ്ങിൽ R1 R2 റേഞ്ചിന് മുകളിൽ ഓപ്പണായി ജസ്റ്റ് അതിന് മുകളിൽ കുറച്ചോട്ടിടായി തിരിച്ചറിയാം. നമ്മൾ ഇവിടെ കാണാൻ ഒരു 335 എൻട്രി എടുത്താൽ നമുക്ക് 4 ക്യാൻഡിലെ തന്നെ 25 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ഷെയർ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ സെല്ലിംഗ് ആണ് പറയുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ CPRൻ്റെ ലെവലുകൾ വെച്ച് സെല്ല് ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത്. അതിൻ്റെ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഉണ്ട്. അത് നോക്കി നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ അത് പഠിച്ചതിന് ശേഷം മാത്രം ചെറിയ രീതിയിൽ ട്രേഡ് എടുത്ത് പ്രാക്ടീസും ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. അതുപോലെ ഇൻഡോസ്റ്റാർ ഗോക്കെക്സ് എന്ന് പറയുന്ന ഷെയർ, ഗോക്കെക്സ് ഓപ്പണിങ്ങിൽ ഇവിടെ നോക്കി അറിയാം. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി തിരിച്ചിറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി 1008 എടുത്താൽ 980 28 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് പോയി ഹൈ അടിച്ച് അടുത്ത ലെവലും കട്ട് ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി നമ്മളിവിടെ 1016 എൻട്രി എടുത്താൽ നമുക്ക് 916, ഇവിടെ ഒരു 28, ഇവിടെ ഒരു 16. വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് തരുന്നതല്ല. നല്ല ചാൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഗോപാൽ സ്നാക്സ് എന്ന് പറയുന്ന ഷെയർ, ഇതും ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓപ്പണിംഗ്. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു. R1 താഴോട്ടിറങ്ങി നമ്മൾ 386 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 379 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട് ഷെയർ. അതുപോലെ പല ഷെയറിനകത്ത് സെയിം ഇതുപോലെ തന്നെ പ്രീവിയസ് ഡേ ഹൈ R1 R2 R3 ആ റേഞ്ചുകളിൽ നിന്ന് ഫസ്റ്റ് എവിടെയാണോ തിരിയുന്നത് താഴോട്ട് ഇറങ്ങുന്നത് അവിടെ നമ്മൾ എൻട്രി എടുക്കുക, ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഓക്കെ, അങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. നമുക്കിപ്പോൾ നാളത്തെ, അതായത് മൺഡേ, നമുക്ക് ചാൻസ് തരാൻ സാധ്യതയുള്ളൊരു 13 ഷെയർ എടുത്തിട്ടുണ്ട്. 13 ഷെയറിൽ ഈ നിയോജൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിയോജൻ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടിയെങ്കിൽ അതിനുശേഷം ഈ ലെവലുകളിൽ താഴോട്ടൊക്കെ ഇറങ്ങി നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ പ്രീവിയസ് ഡേ ഹൈ, അതല്ല എങ്കിൽ R1 റേഞ്ചിന് മുകളിൽ പോയതിനു ശേഷം തിരിച്ചിറങ്ങുന്ന ആ ഒരു സാഹചര്യം കിട്ടിയാൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉള്ള ഒരു ഷെയറാണ് നിയോജൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ വികാരം ഇത് ASMLC പോയി കാണും. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ഇറങ്ങും. ചന്ദ് എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചിൽ നിന്ന് നോക്കുക. R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങിയ പ്രാവശ്യം ചാൻസ് നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ R2 ആണെങ്കിൽ ഓപ്പണിംഗ് തന്നെ നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് R2 ആണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും സെല്ലിങ്ങിനുള്ളത്. R2 മുകളിൽ പോയതിനു ശേഷം ഇവിടെ 270 മുകളിൽ പോയതിനു ശേഷം തിരിച്ചിറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. മാക്സ് ഹെൽത്തും ഓപ്പണിങ്ങിൽ ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് തന്നി R1 റേഞ്ചിൽ പോയതിനു ശേഷം തിരിച്ചിറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. അതല്ല 1100 റേഞ്ചിൽ പോയിട്ട് 1090 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല.
ഹാർഡ് കോ സൂക്ഷിച്ച് ചെയ്യണം. കുറേ ദിവസം ഡൗൺ ട്രെൻഡ് ഇരുന്നതിന് ശേഷം തിരിച്ചൊരു മൂവ്മെൻറ്റ് നടത്തുന്നതാണ്. അപ്പോൾ ലെവലുകൾ വന്ന് ഇറങ്ങുവാണെങ്കിൽ അധികം നേരം വെയിറ്റ് ചെയ്യരുത്, ബുക്ക് ചെയ്ത് മാറുക, ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അതുപോലെ അസാഹി ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ 800 മുകളിൽ പോയതിനു ശേഷം 797 കട്ടിയാവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ അല്ലെ 812 മുകളിൽ പോയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. നോക്കുക, നമ്മൾ നോക്കിയിരുന്ന് ഈ ലെവലുകൾ വരുന്ന സമയത്ത് മാത്രമേ ട്രേഡ് എടുക്കുക. ലെവൽ വന്ന് ഇറങ്ങുന്ന ടൈമിൽ മാത്രമേ നമ്മൾ ട്രേഡിങ്ങിന് ഷെയർ എടുക്കാവൂ. തെമിസ് മെഡിക്കൽ എനിക്ക് തോന്നുന്നത് 300 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. റിറ്റ്സ് എന്ന് പറയുന്ന ഷെയർ കഴിഞ്ഞ ദിവസം ഇത് ബോണസ് സ്പ്ലിറ്റ് എന്തോ കൊടുത്തിരുന്നു. അപ്പോൾ 400 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസിന് പ്രതീക്ഷയുണ്ട് ഈ ഷെയറിനകത്ത്. ഇത് ആക്ച്വലി 45 മൈനസ് അല്ല, ഏകദേശം 10% പ്ലസ്സിലാണ് ഈ ഷെയർ. ഇതാ ബോണസ് കിട്ടുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. റിലയൻസ് ഇൻഫ്ര ശ്രദ്ധിക്കുക, പ്രീവിയസ് ഡേ ഹൈ 327 മുകളിൽ പോയതിനു ശേഷം ഇറങ്ങുക, 335 പോയതിനു ശേഷം ഇറങ്ങുകയൊക്കെ ചെയ്താൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രിസം ജോൺസൺ ആണെങ്കിലും പ്രീവിയസ് ഡേ ഹൈ നിന്നോ R1 നിന്നോ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറാണ്. കോൺകോർഡ് ബയോ ശ്രദ്ധിക്കുക, ഒരു ലെവൽ പോയതിനു ശേഷം തിരിച്ചിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ഉള്ള ഷെയറായി ഈ ഷെയറുകളൊക്കെ. കഴിഞ്ഞ ദിവസം ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു ഈ കോൺകോർഡ് ബയോ, നിയോജൻ എന്നൊക്കെ പറയുമ്പോൾ. കോൺകോർഡ് ബയോ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ടാണെങ്കിൽ അല്ലെ 2700 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ 2710 ആ റേഞ്ചിലൊക്കെ പോയിട്ട് അല്ലെ 15 പോയിട്ട് 2700 താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ചാൻസ് എടുക്കാം. അന്നേരത്തെ ഹൈയുടെ മുകളിൽ വെച്ച് 2700 താഴെ എടുക്കാം. അതല്ല നമുക്ക് ഇപ്പോൾ 2650 90 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ ലെവലിൽ താഴെ പോകുമ്പോൾ മാത്രം ചാൻസ് എടുക്കുക. മാർക്സൻസ് ഫാർമ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല അടുത്ത ലെവലിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ITDC സിമെൻറ്റും ഓപ്പണിങ് ചിലപ്പോൾ ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ R2 മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഷെയറുകളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്. എല്ലാവരും പോയി ഒത്തിരി ഓൾ ടൈം ഹൈ ബ്രേക്ക് ആകുന്ന ഷെയറിൽ പോയി കഴിവതും ട്രേഡ് എടുക്കാതിരിക്കുക. നല്ല ക്വാളിറ്റി കമ്പനികൾ താഴെ കറക്ഷൻ വന്ന് കിടപ്പുണ്ട്. മാർക്കറ്റ് ഇറങ്ങിയാലും ഈ ഷെയറുകളൊക്കെ ചിലപ്പോൾ കയറിപ്പോകും. അപ്പം അങ്ങനെയുള്ള ഷെയറുകൾ നോക്കി ഡെലിവറി ഒക്കെ എടുത്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.